പ്രിയപ്പെട്ടവരെ, ഈ ലൈവ് കാണുന്ന ആളുകൾ ഈ ലൈവ് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് അറിയിക്കുന്നു. സുതാര്യമായി സത്യസന്ധമായി പൊതുസമൂഹത്തിന്റെ സഹായങ്ങൾ കൊണ്ട് ഏറ്റുവാങ്ങുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി ജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു വല്ലാത്തൊരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഞങ്ങൾ എല്ലാ ആളുകളും ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ വെളിമണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ആളുകൾ ഈ ലൈവ് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ്. ഞങ്ങൾ എല്ലാ ആളുകളും ഇപ്പോൾ ഉള്ളത് കോഴിക്കോടുള്ള വെളിമണ്ണ. പ്രിയപ്പെട്ട സലീം എന്ന് പറയുന്ന പ്രിയപ്പെട്ടവനെ ഇരുവൃക്കകളും തകരാറിലാണ്. ആ പ്രിയപ്പെട്ടവന് 3 മക്കളാണ്. ആ പ്രിയപ്പെട്ടവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കിഡ്നി മാറ്റിവെക്കണം. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഈ നാട് കാണിച്ച് തന്നിട്ടുള്ള ഒരു നന്മയുണ്ട്. സലീമിന് ഇത് 2ാമത്തെ തവണയാണ് ഈ ഫണ്ട് സമാഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കളക്ഷൻ നടന്നത്. അതിനേക്കാൾ മുമ്പ് ഏകദേശം ഏത് വർഷം 2021 ഈ ഒരു ചെറിയ ഗ്രാമത്തിൽ, ഈ ഒരു ചെറിയ പരിസര പ്രദേശത്ത് വെച്ച് ഒരാളെ മുമ്പിലും ആ പ്രിയപ്പെട്ടവന്റെ സങ്കടം കാണിക്കാതെ, കണ്ണീര് കാണിക്കാതെ ഈ നാട് സമാഹരിച്ചിട്ടുള്ളത് 33 ലക്ഷം രൂപയാണ്. മാത്രവുമല്ല 4.25 സെന്റ് സ്ഥലവും, അതിനുശേഷം ആ പ്രിയപ്പെട്ടവന് വീട് വരെ ഈ പ്രിയപ്പെട്ട നന്മയുള്ള വെളിമണ്ണ അങ്ങാടിയിലെ പ്രിയപ്പെട്ട ആളുകൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും ചെയ്തില്ല എന്ന് ഈ നാടിനെ കുറിച്ച് പറയാൻ സാധിക്കില്ല. ചെയ്യുന്നതിന് മുമ്പ് ഇറങ്ങിത്തിരിച്ച് ആ കുടുംബത്തെ ചേർത്ത് പിടിച്ച ആളുകളാണ് വെളിമണ്ണയിലെ ഈ നിൽക്കുന്ന പൊതുപ്രവർത്തകന്മാരും ഈ പ്രിയപ്പെട്ട ആളുകളും അടക്കം. ആ പണം അതുമായി ബന്ധപ്പെട്ട് തീർന്നുപോയി, ചികിത്സയുമായി ബന്ധപ്പെട്ട് തീർന്നുപോയി. അതിനുശേഷമാണ് ഈ പ്രിയപ്പെട്ടവന് കിഡ്നി മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. യാതൊരു നിർവാഹവുമില്ല, ഇലക്ഷന്റെ തിരക്കുണ്ട്, മറ്റുള്ള തരത്തിലേക്കുള്ള പ്രയാസങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് ഇനി എന്ത് ചെയ്യും? നാട്ടിൽ നിന്ന് ഒരു തവണ നമ്മൾ കളക്ഷൻ നടത്തി, ഇനിയും ജനങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ അതിന് സാധ്യതയില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസ കുറവ് ഈ പ്രിയപ്പെട്ട നാട്ടുകാർക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് സലീം എന്ന് പറയുന്ന 3 കുട്ടികളുടെ ആ പ്രിയപ്പെട്ടവന്റെ സങ്കടം. ഓരോ കുടുംബവും അവസാനം മുഖം കാണിക്കുന്നത് കഴിയാത്തത് കൊണ്ടാണ്. മരണപ്പെട്ടു പോകും എന്നുള്ള അവസ്ഥ വരുമ്പോഴാണ് അഭിമാനം പണയം വെച്ച് ആളുകൾ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ കരയുന്നതും സങ്കടം വെക്കുന്നതും. ഇതായിരുന്നു ആ വീഡിയോ. എല്ലാവരും സഹായിച്ചു. ഇത് ക്ലോസ് ചെയ്യാൻ കുറച്ച് നേരം വൈകി. വ്യക്തിപരമായ പ്രയാസങ്ങൾ, ഇവിടുത്തെ പൊതുപ്രവർത്തകന്മാരെല്ലാം 100% രാഷ്ട്രീയ പക്വതയുള്ള ആളുകളാണ്. അവർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ പ്രവർത്തനത്തിലായിരുന്നു. പൊതുവെ നമ്മൾ വീഡിയോ ഏറ്റെടുക്കുന്ന സമയത്ത് നാട്ടിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ച് നമ്മൾ ബക്കറ്റ് എടുത്ത് ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. പക്ഷേ ഈ നാട്ടിൽ അത്തരം സാഹചര്യങ്ങൾക്ക് നമുക്ക് അവസരം കിട്ടിയില്ല. കാരണം അതിന് പ്രധാനപ്പെട്ട കാരണം ആദ്യം പിരിച്ചു കൊടുത്തതിന്റെ ക്ഷീണം ഈ നാടിന് മാറിയിട്ടില്ലായിരുന്നു. ഏതായിരുന്നാലും എല്ലാവരുടെയും സഹായങ്ങളും കൊണ്ട്, സഹകരണങ്ങൾ കൊണ്ട് നമ്മൾ ഇന്ന് ലക്ഷ്യം പൂർത്തീകരിച്ച് ഇതിന്റെ കണക്കുകൾ കൃത്യമായി വ്യക്തമാക്കുകയാണ്. കാരണം ഈ ലൈവ് കാണുന്ന പരിസര പ്രദേശങ്ങളിലുള്ള ആളുകളുണ്ടാവും, ഈ ലൈവ് കാണുന്ന പ്രദേശത്തുള്ള ആളുകളുണ്ടാവും. പലർക്കുമുള്ള ധാരണയുണ്ടാവും എന്തായി കാണും, അവരെന്താണ് പറയാത്തത്, അവരെന്താണ് കണക്ക് പുറത്തുവിടാത്തത്, അവരെന്താണ്, എന്തെങ്കിലും രഹസ്യ സ്വഭാവമുണ്ടോ, ചിലപ്പോൾ കോടികൾ വന്നു കാണുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും തിരിമറികൾ നടത്തി കാണുമോ. പല തരത്തിലാണ് മനുഷ്യന്മാരെന്ന് പറയുന്നത്. കാരണം ഒന്നും ചെയ്യാൻ സാധിക്കാത്തവനായിരിക്കും ഏത് കാര്യത്തിലും സംശയമുണ്ടാകുക. അതുകൊണ്ടാണ് ഇത് വളരെ കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കണം എന്ന് പറയുന്നത്. നമ്മുടെ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 10 അക്കൗണ്ടുകളായിരുന്നു ഇവിടെ എടുത്തിട്ടുള്ളത്. പ്രിയപ്പെട്ട സലീമിന്റെ ഭാര്യയായിട്ടുള്ള ഷാനിബയുടെ പേരിൽ 6 അക്കൗണ്ടും സലീമിന്റെ പേരിൽ 4 അക്കൗണ്ടും. SBI താമരശ്ശേരിയിൽ സലീമിന്റെ അക്കൗണ്ടിൽ വന്നിട്ടുള്ളത് 24,750 രൂപ. ഒരിക്കൽ കൂടി, സലീമിന്റെ SBI താമരശ്ശേരി ബ്രാഞ്ച് അക്കൗണ്ടിൽ 24,750 രൂപ. SBI ഷാനിബയുടെ അക്കൗണ്ടിൽ താമരശ്ശേരി ബ്രാഞ്ച് 3,07,011 രൂപ. ഷാനിബയുടെ ഇന്ത്യൻ ബാങ്ക് കൊടുവള്ളി ബ്രാഞ്ചിൽ വന്നിട്ടുള്ളത് 2,72,088 രൂപ. അതായത് 2,72,088 രൂപ. കൊടുവള്ളി സലീമിന്റെ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിൽ വന്നിട്ടുള്ളത് 2,51,328 രൂപ. സലീമിന്റെ കേരള ഗ്രാമീൺ ബാങ്ക് താമരശ്ശേരി ബ്രാഞ്ചിൽ വന്നിട്ടുള്ളത് 6,26,912 രൂപ. ഷാനിബയുടെ കേരള ഗ്രാമീൺ ബാങ്ക് താമരശ്ശേരി ബാങ്കിൽ വന്നിട്ടുള്ളത് 5,01,007 രൂപ.
ഷാനിബയുടെ IDBI താമരശ്ശേരി അക്കൗണ്ടിൽ വന്നിട്ടുള്ളത് 5,54,187 രൂപ. സലീമിന്റെ IDBI താമരശ്ശേരി അക്കൗണ്ടിൽ വന്നിട്ടുള്ളത് 12,05,435 രൂപ. ഷാനിബയുടെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിൽ വന്നിട്ടുള്ളത് താമരശ്ശേരി ബ്രാഞ്ചിൽ 5,15,505 രൂപ. ഷാനിബയുടെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിൽ വന്നിട്ടുള്ളത് 38,773 രൂപ. ടോട്ടൽ 10 ബാങ്കിൽ കൂടെ വന്നിട്ടുള്ളത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. IDBI താമരശ്ശേരി ബ്രാഞ്ചിൽ വന്നിട്ടുള്ളത് 55,487 രൂപയാണ്. ടോട്ടൽ 10 അക്കൗണ്ടിലൂടെ വന്നിട്ടുള്ളത് 27,24,296 രൂപയാണ് അക്കൗണ്ടിലൂടെ വന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു നാട്ടിൽ വരുമ്പോൾ ഞാൻ ആ നാട്ടുകാരോട് ചോദിക്കാറുണ്ട്, നാട്ടുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇന്നലെ ഏറെ സന്തോഷമുള്ള ഒരാളാണ് ഞാൻ. മുക്കത്തെ പ്രജീഷ് എന്ന് പറയുന്ന പ്രിയപ്പെട്ടവൻ 58 തവണ രക്തം പാവങ്ങൾക്ക് നൽകിയ സേവനം മാത്രമായി നടത്തിയ പ്രിയപ്പെട്ടവൻ. ആ പ്രിയപ്പെട്ടവന് പ്രവാസിയായിരുന്നു, മുക്കത്തെ സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. അവന് തന്റെ 8 വർഷത്തിന് ശേഷം ഇരട്ട കുട്ടികൾ ഉണ്ടായപ്പോൾ ആ മക്കളെ കാണാൻ വന്നു. ആ മക്കളെ കണ്ടത് ICUവിൽ വെച്ചാണ്. ആ പ്രിയപ്പെട്ടവന് തലച്ചോറിൽ ഒരു മുഴ വന്നു. മൈത്ര ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടെ ശസ്ത്രക്രിയയിൽ ചില പ്രയാസങ്ങൾ വന്നു. അവിടെ നിന്ന് നേരെ മിംസിലേക്ക് വന്നു. ആ പ്രിയപ്പെട്ടവന് ജീവൻ രക്ഷിക്കാൻ അവൻ വെന്റിലേറ്ററിലായിരുന്നു കിടക്കുന്നത്. ആ പ്രിയപ്പെട്ടവന്റെ ജീവൻ രക്ഷിക്കാൻ 25 ലക്ഷത്തിനും 30 ലക്ഷത്തിനും മുകളിൽ ആവശ്യം വന്നപ്പോ അവരെന്നെ സമീപിച്ചപ്പോ ഞാൻ നേരെ മുക്കത്ത് അവർ യോഗം വിളിച്ചു. പൊതുപ്രവർത്തകന്മാരെല്ലാം അണിനിരന്നു. അവന്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തി 45 മിനിറ്റ് കൊണ്ട് 29 ലക്ഷം രൂപ ഞാൻ കയ്യിൽ പിരിച്ചു. എങ്ങനെ പിരിച്ചു? വീഡിയോ ചെയ്യാതെ 45 മിനിറ്റ് കൊണ്ട് ആ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വെച്ച് അവിടെ നിന്ന് പിരിച്ച്. അങ്ങനെയാണ് നല്ല മനുഷ്യൻ നാട്ടിലുണ്ടായാൽ അവനെ ചേർത്ത് പിടിക്കാൻ പൊതുസമൂഹം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ. ഞാനിത് പറയാൻ കാരണം, ഞാനിവിടെ വന്നപ്പോ ലൈവ് ആദ്യം ഇവിടെ വീഡിയോയിൽ വന്നപ്പോ നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടുത്തെ പൊതുപ്രവർത്തകന്മാർ, ഇവിടുത്തെ കാരുണ്യ പ്രവർത്തകന്മാർ, ഇവിടുത്തെ സംഘടനകൾ, ഇവിടുത്തെ വെളിമണ്ണ എന്ന പേരിൽ സംഘടനകൾ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോ യൂത്ത് കോൺഗ്രസും പ്രവാസി കോൺഗ്രസും എനിക്കൊരു സംഖ്യ ഓഫർ പറഞ്ഞു. യൂത്ത് ലീഗ് ഒരു ഓഫർ പറഞ്ഞു. DYFI വലിയൊരു ഓഫർ പറഞ്ഞു. KMCC ഓഫർ പറഞ്ഞു. ICF ഒരു ഓഫർ പറഞ്ഞു. കൺട്രോൾ ഫാമിലി ഒരു ഓഫർ പറഞ്ഞു. SKSSF ഒരു ഓഫർ പറഞ്ഞു. ആസിം ഫൗണ്ടേഷൻ ഒരു ഓഫർ പറഞ്ഞു. പുനത്തിൽ ടൈൽസ് ഒരു ഓഫർ പറഞ്ഞു. ഇതിൽ ആരൊക്കെ മുഴുവനായിട്ട് തന്നു എന്നോ ആരൊക്കെ തന്നില്ല എന്നോ ഞാൻ ഇവിടെ വെച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് കൃത്യമായി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടാൽ അത് കമ്മിറ്റി പുറത്തുവിടും. എനിക്കൊരു കാര്യം പറയാനുള്ളൂ. 8.5 ലക്ഷം രൂപയിൽ നമുക്ക് 6,370,000 രൂപ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആരോട് ഓഫർ പറഞ്ഞേ? എന്നോട് ഓഫർ പറഞ്ഞ 8.5 ലക്ഷത്തിൽ നിന്ന് നമുക്ക് എത്ര കിട്ടി? 6,370,000. ആരൊക്കെ തന്നില്ല എന്ന് ഞാൻ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം തരാൻ ആഗ്രഹിച്ചവരായിരിക്കും ബാക്കിയുള്ള ആഗ്രഹിച്ചവർ. പക്ഷെ ഞാനിത് വെളിപ്പെടുത്തിയില്ല. കുഴപ്പം എന്താ വെച്ചാൽ, നമ്മളൊരു എമൗണ്ട് പറയുമ്പോൾ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവനും ഇത് മോശമാക്കാൻ ആഗ്രഹിക്കുന്നവനും ഞാൻ അന്ന് ചെയ്ത വീഡിയോയിലെ പൈസ കണക്കൂട്ടും. ശരിയല്ലേ? ശരിയാണോ അല്ലേ? നിങ്ങൾ പറ. അവര് കണക്കൂട്ടും. ഷമീർ ആദ്യം വന്നപ്പോ ഇവിടുന്ന് 8.5 ലക്ഷം സ്പോൺസർ പിടിച്ചല്ലോ, ആ പൈസ ഇവിടെ വന്നില്ലല്ലോ, അതിങ്ങനെ കൂട്ടിയാൽ ഇത്രയല്ലല്ലോ പൈസ വേണ്ടെന്നുള്ള ധാരണ ഉണ്ടോ? അതുകൊണ്ടാണ് കൃത്യമായി ജനങ്ങളോട് പറയുന്നത്. അക്കൗണ്ടിൽ വന്നിട്ടുള്ളത് 27,24,296 രൂപ. സ്പോൺസർഷിപ്പ് ഈ നാട്ടിലെ സലീമിന് വേണ്ടി ഈ നാട്ടുകാർ, പൊതുസമൂഹം പറയുന്നതിനെക്കാട്ടും ഉത്തരവാദിത്തം ഈ നാട്ടുകാർക്കാണ്. ഈ നാട്ടുകാർ പറഞ്ഞതിൽ നിന്ന് 8.5 ലക്ഷം രൂപയിൽ നിന്ന് ഇതുവരെ വന്നിട്ടുള്ളത് 6,370,000 രൂപയാണ്. ബാക്കിയുള്ള ആളുകൾ പിരിവിലാണ്, ഞങ്ങൾ കൊടുത്തോളാം എന്നുള്ള ഒരു നിലപാടാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് കമ്മിറ്റി എന്നെ അറിയിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ പുറത്തുനിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് 3,68,316 രൂപ. അങ്ങനെ വന്നാൽ ടോട്ടൽ പണം എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ടിൽ 27,24,296 പ്ലസ് റെസീപ്റ്റിൽ ഇവിടെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള 6,370,000 പ്ലസ് നമ്മളെ ടോട്ടൽ പുറത്തു നിന്ന് റെസീപ്റ്റ് മുഖേന പിരിച്ചിട്ടുള്ള 3,68,316 പ്ലസ് കൂട്ടിയാൽ ടോട്ടൽ അൽഹംദുലില്ലാ നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിച്ചിരിക്കുകയാണ്. 36,53,132 രൂപ നമുക്ക് ഇതിനോടകം എന്താക്കാൻ പറ്റിയിട്ടുണ്ട്, സമാഹരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി സ്പോൺസർ പറഞ്ഞ ആളുകൾ അവര് ചിന്തിക്കുക, കൊടുക്കണോ
കൊടുക്കണ്ട എന്നൊക്കെ എന്താക്കുക അവരുടെ താല്പര്യമാണ്. കൊടുത്താൽ ആ കുടുംബത്തിനെ നിങ്ങൾ ഏൽപ്പിക്കണം. അല്ല എങ്കിൽ ഇത്തരം കാര്യങ്ങൾ എന്താക്കാൻ പാടില്ല, ഏൽക്കാൻ പാടില്ല, പറയാനും പാടില്ല. ഞാനിത് ആരെയും മോശമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എല്ലാവരും പ്രയാസത്തിലും പരിഭവത്തിലും നിൽക്കുന്ന ആളുകളാണ്. ആ കാര്യം ഇത് കമ്മിറ്റി ഒരു കാരണവശാലും പുറത്തുവിടില്ല. കാരണം ഈ നാട്ടിൽ എന്ത് വേണം, എന്നും ഐക്യവും സ്നേഹവും വേണം. ഇനി ആർക്കെങ്കിലും ആരൊക്കെ തന്നത്, ആരൊക്കെയാണ് ഇതിൽ ഇടപെട്ടത് എന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഷമീറിനെ ബന്ധപ്പെടരുത്. ആരെ ബന്ധപ്പെടണം? കമ്മിറ്റിയെ. ഇനി എനിക്ക് അത്തരം ആളുകളോട് പറയാനുള്ളത്, ആളുകളെ മുന്നിൽ വെച്ച് ഒരിക്കലും എന്താക്കരുത്, ഓഫർ ചെയ്യരുത്. കാരണം ഈ നാട്ടിലെ പ്രിയപ്പെട്ടവന് വേണ്ടി പറഞ്ഞിട്ട് അത് കൊടുക്കാതിരിക്കാൻ അല്ലെങ്കിൽ കൊടുക്കാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കുമെന്ന് അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട സലീമിന്റെ സർജറിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ട മുനവർക്ക അടക്കമുള്ള ചെയർമാൻ അടക്കമുള്ള ആളുകൾ മുന്നോട്ട് നയിക്കുകയാണ്. പ്രിയപ്പെട്ട ചെയർമാനും കൺവീനറും പ്രിയപ്പെട്ട ഇതിന്റെ ഭാരവാഹികളും വലിയ പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. ഈ ഗ്രാമത്തിൽ നൽകിയ വലിയ സപ്പോർട്ട്, വലിയ പ്രവർത്തനം എന്നും നിലനിൽക്കട്ടെ. സലീമിന്റെ ജീവൻ തിരിച്ചു കിട്ടാനുള്ള വലിയ പ്രാർത്ഥന വേണം. ഇതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഫയലോട്, ഇതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ പ്രിന്റ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇവർക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അത് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, സ്റ്റേറ്റ്മെന്റ് ആക്കിയിട്ടില്ല. ഇവരെന്താക്കിയതാ, എല്ലാം ബാങ്ക് പോയിട്ട് പ്രിന്റ് എടുത്ത് വെറുതെ പൈസ കളഞ്ഞു അട്ടിക്കണക്കിന് പേപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. മെയിൽ അയച്ചു കൊടുത്താൽ ഈ അക്കൗണ്ടിന്റെ PDF തരുമായിരുന്നു. ഇത്രയും പൈസ പോവേണ്ട ആവശ്യമില്ല. ഓരോ ബാങ്കിന്റെയും അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. നാളെ തന്നെ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ആര് പൈസ അയച്ചോ ആ അയച്ച വിവരം എവിടെ ഉണ്ടാവും, സ്റ്റേറ്റ്മെന്റിലുണ്ടാവും. അതുകൊണ്ട് ഏറ്റെടുത്ത, പ്രത്യേകിച്ച് ഞാൻ നന്ദി പറയേണ്ടത് അന്ന് റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ എല്ലാവരും ശ്രദ്ധ അതിലേക്കാണ്. ഒരു ചാരിറ്റി പ്രവർത്തകന് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടില്ല, ഏറ്റെടുത്തിട്ടില്ല. നമ്മൾ റഹീമിന്റെ ചികിത്സ ബന്ധപ്പെട്ട് അവിടെയും വീഡിയോ ചെയ്ത് അതും സഹകരിച്ചു. നോമ്പായിരുന്നു, അതിനുശേഷം 4 വീഡിയോ ചെയ്തു. ആ റഹീമിന്റെ വീഡിയോ ചെയ്ത് ഫസ്റ്റ് വന്ന ഞാൻ അവിടേക്കല്ലേ അല്ലെ, ആ ഈ വീഡിയോ വിജയിച്ചു. ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യാണ്. കൂട്ടായിൽ വിജയിച്ചു, 2 കുട്ടികൾക്ക് വേണ്ടി, അതും വിജയിച്ചു. ക്ലോസ് ചെയ്യാൻ നാളെ മറ്റന്നാൾ അങ്ങോട്ട് പോകണം. അതും കഴിഞ്ഞതിന് ശേഷം കുരുവട്ടൂർ ചെയ്തു, അതും വിജയിച്ചു. ഇന്നലെ മുക്കത്ത് ഏറ്റെടുത്തതും വിജയിച്ചു. ഏറ്റെടുത്തതെല്ലാം എന്തായിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. അത് വിജയിക്കാനുള്ള കാരണം എന്താ ഇതേപോലെ ആളുകൾ വന്നതാ. മുക്കത്ത് വീഡിയോ പോലും ചെയ്തില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സലീമിന് നിങ്ങൾക്ക് ഒരു അവസരം വന്നപ്പോൾ നിങ്ങൾക്ക് തോന്നി ഇതിന്റെ പ്രത്യേകത അല്ലേ. ഞാൻ ഇന്നലെ മുക്കത്ത് അവിടെ ഇരുന്നപ്പോ ഞാൻ ചോദിച്ചു, ഇവിടെ കൂടിയിട്ടുണ്ടല്ലോ എല്ലാവരും, എത്ര പേർ എന്നെ പോലുള്ള ആളുകൾ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോ സഹായിക്കാനുണ്ട്? കുറ്റപ്പെടുന്ന എളുപ്പല്ലേ, അവനെ പരിഹസിക്കാൻ എളുപ്പമാണ്. കുന്നലത്തെ ബീഫ് കച്ചവടം നടത്തുന്ന ആളത്തെ അവിടെ അപ്പുറല്ലേ, കേട്ടോനല്ലേ, വിമർശിക്കാൻ എളുപ്പമാണ് അല്ലേ. നാളെ നിങ്ങളെ വീട്ടിൽ വന്നാൽ എന്ത് ചെയ്യും? നമ്മളെ വീട്ടിൽ ഞാനൊരു വീഡിയോ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ എനിക്കൊരിപ്പോ കിഡ്നി രോഗം വന്നാൽ എനിക്ക് വീഡിയോ ചെയ്യല്ലാതെ മറ്റുള്ളവന്റെ മുന്നിൽ കൈനീട്ടല്ലാതെ എനിക്കെന്തില്ല, എനിക്ക് മാർഗമില്ല. അള്ളാഹു സത്യം, വല്ലാഹിക്ക് എന്റെ മക്കൾക്ക് ഒരു മജ്ജ മാറ്റി വെക്കേണ്ടി വന്നാൽ മറ്റുള്ളവന്റെ മുമ്പിൽ എന്താക്കേണ്ടി വരും, കൈനീട്ടം. അല്ലാതെ ഒരു സംവിധാനവും സർക്കാർ സംവിധാനവും എവിടെ ഇല്ല, നമ്മുടെ നാട്ടിലില്ല. വലിയ സംഖ്യകൾ ആവശ്യമുള്ളപ്പോൾ ഒരു സാധ്യതയും നമ്മുടെ നാട്ടിലില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ചെയ്തു തരേണ്ട വലിയ ഉപകാരം എന്ന് പറയുന്നത്, ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇനിയിപ്പോ നാളെ മറ്റൊരു സ്ഥലത്താണെങ്കിൽ ഒരു 10 രൂപ ഇടാനുള്ള മനസ്സുണ്ടാകണം, നിങ്ങൾ കാണിക്കണം. ഇനി അത് മാത്രമല്ല, ഇന്ന് ചാരിറ്റി മേഖലയിൽ നടക്കുന്ന വലിയൊരു കൊള്ളരുതായ്മയും തട്ടിപ്പും നടക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാൻ പോകുന്നു. 30 ലക്ഷം രൂപയാണ് രോഗിക്ക് വേണ്ടതെങ്കിൽ 60 ലക്ഷം രൂപ ആയാൽ ആ ചാരിറ്റി പ്രവർത്തകനോ ആ നാട്ടിലുള്ളവർ ഒരു പോസ്റ്റ് ഇടും. ആ പോസ്റ്റിൽ പറയുന്നത്, ഇന്ന ആളെ ചേർത്ത് പിടിച്ച പൊതുസമൂഹത്തിന് എന്ത് നന്ദി, എന്തില്ല ഇതില് എമൗണ്ട് ഇല്ല. ഇപ്പൊ സലീമിന്റെ ഈ പൈസ ഞാൻ പറയാം, എന്റെ ഫോട്ടോ വെച്ച് സലീമിനെ ചേർത്ത് പിടിച്ച പൊതുസമൂഹത്തിന് നന്ദി എന്ന് പറഞ്ഞാൽ പൈസ അറിയുന്നുണ്ടോ? സ്റ്റേറ്റ്മെന്റ് അറിയുന്നുണ്ടോ? കൃത്യമായ കണക്ക് അറിയുന്നുണ്ടോ? സംവിധാനം അറിയുന്നില്ല. അതുകൊണ്ട് ആര് ജനങ്ങളെ മുമ്പിൽ കബളിക്കപ്പെടും? നല്ലത് ചെയ്യുന്നവരെന്തായി പോകും, മുന്നോട്ട് പോകും. 30 ലക്ഷം രൂപ അവർക്ക് കൊടുത്തിട്ട് ബാക്കി 30 ലക്ഷം രൂപ ആര് കൊണ്ടുപോവാണ്? ചെയ്യുന്ന ആളുകളോ ഇതുമായി ബന്ധപ്പെട്ടോ. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. പാലക്കാട് ജില്ലയിൽ ഒരു കിഡ്നി മാറ്റിവെക്കാൻ വീഡിയോ ചെയ്തിട്ട് 34.5 ലക്ഷം രൂപ കമ്മിറ്റിയെ ഏൽപ്പിച്ചിട്ട് ആ കുടുംബത്തിന് കമ്മിറ്റി കൊടുത്തത് 23 ലക്ഷം രൂപ, ബാക്കി 11 ലക്ഷം ആവിയായി പോയി. എങ്ങനെ? നമ്മളിത് പൈസ ഉണ്ടാക്കി കൊടുത്ത് ആരെ ഏൽപ്പിക്കും? കമ്മിറ്റി ഏൽപ്പിക്കും. കമ്മിറ്റി ചെയർമാനും കൺവീനറും അങ്ങോട്ടും ഇങ്ങോട്ടും ബായ് ആ പൈസ ബിസിനസ്സിലേക്ക് ഇറക്കും. ആ പൈസ മറ്റുള്ള ലാഭത്തിലേക്ക് ഇറക്കും. ആര് കൊടുക്കും? ഈ പാവപ്പെട്ട ഇവര് പേടിച്ചിക്കയ്യ. കാരണം സർജറിക്ക് പോകാൻ ഒരു 10,000 രൂപ ചോദിച്ചാൽ അവന്റെ വീട്ടിൽ പോയിട്ട് എന്താക്കേണ്ടി വരും? ഇരന്നിട്ട്
നിൽക്കേണ്ട ഒരവസ്ഥ. പാലക്കാട് വീഡിയോ ചെയ്തിട്ട് 13 ലക്ഷം രൂപയുടെ കണക്ക് കാണുന്നില്ല. ആ കമ്മിറ്റിയോ ചോദിച്ചപ്പോൾ ഞങ്ങൾ എന്നാ അത് പിരിച്ചുവിട്ടു. മനസ്സിലായങ്ങള്? ഇപ്പൊ പുതിയ ട്രെൻഡാണ്, ആളുകളെ മനസ്സിലുള്ള ട്രെൻഡ്. പൈസ ഉണ്ടാക്കി കൊടുക്കാൻ ഇനി ഷമീർ ഇല്ല. ഷമീർ പൈസ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ആ രോഗിക്ക് എന്ത് കിട്ടണം? കൃത്യമായിട്ടുള്ള ചികിത്സ കിട്ടണം. ആ വിശ്വാസത്തിന്റെ പുറത്താണ് ഈ മേഖല നിൽക്കുന്നത്. അതുകൊണ്ട് ഇനി ഞാൻ ഏറ്റെടുക്കുന്ന എല്ലാ വിഷയങ്ങളും ആപ്പ് മുഖേന ആയിരിക്കും. ആപ്പ് മുഖേന എന്ന് പറഞ്ഞാൽ സലീമിന് 30 ലക്ഷം രൂപ വേണമെങ്കിൽ സലീമിന് പൈസ അയക്കുന്നവർക്ക് എവിടെ കാണാം? എവിടെ കാണാം? ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ സലീമിന് ഇത്ര പൈസ വന്നു, 20 ലക്ഷം രൂപ വന്നു, ഇനി 10 ലക്ഷം രൂപ കൂടി ആവശ്യം വേണം. 30 ലക്ഷത്തിൽ 1 രൂപ വന്നാൽ ഒരാൾക്കും എന്താക്കാൻ പറ്റില്ല, പൈസ അയക്കാൻ പറ്റില്ല. ഞാനൊരു വിപ്ലവം ഏറ്റെടുക്കാൻ പോവാണ്. കാരണം എന്റെ അമ്മായിക്കോ പെങ്ങളെ മോനോ വേണ്ടിയിട്ടല്ല ഞാൻ എന്താക്കണേ, ഞാൻ കഷ്ടപ്പെടുന്നത്. നമുക്ക് പ്രത്യേകിച്ച് ഗുണമില്ല. എന്തെങ്കിലും ചോദിച്ചാലോ കമ്മിറ്റിക്കാർ മേലോട്ട് കാലം കഴിഞ്ഞാൽ പാലം കിടക്കോടും നാരായണ, പാലം കഴിഞ്ഞാൽ കൂരായണ എന്നുള്ളതാണ് ഇഷ്ടം. ചില ആളുകൾ എത്തിക്കാന പിരിവിന് വീട്ടിൽ വന്നാൽ 100 രൂപ കളക്ട് ചെയ്താൽ പിരിക്കുന്നതിന് എത്ര? 40, 30, 40 പലതരത്തിലാണ്. അതുകൊണ്ട് ഇനി കേരളത്തിൽ സോഷ്യൽ മീഡിയ ചാരിറ്റി പ്രവർത്തനം എന്താവണം? ജനങ്ങൾ ചോദ്യം ചെയ്യണം. വേണോ വേണ്ടേ? ജനങ്ങളെ പൈസ ഇങ്ങനെ കൊണ്ടുപോവാൻ നമ്മൾ എന്താക്കരുത്, അനുവദിക്കാൻ പാടില്ല. ചാരിറ്റി വീഡിയോ ചെയ്യുന്നവർ പൈസ വന്നാൽ ജനങ്ങളോട് ഇതേപോലെ പറയാനുള്ള, ചെലവിനുള്ള പൈസ വാങ്ങിക്കോട്ടെ. എന്തെങ്കിലും പാരിതോഷികം ഹലാലായി പൊരുത്തപ്പെട്ട് കുടുംബമോ കമ്മിറ്റിയോ തന്നാൽ വാങ്ങിക്കോട്ടെ. ആ ചാരിറ്റി പ്രവർത്തകനും ഒരുപാട് കുടുംബങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷെ അവിഹിതമായിട്ട് ഉണ്ടാക്കണ്ട. അങ്ങനെ ജനങ്ങളെ പറ്റിച്ച് 30 ലക്ഷം വേണ്ട രോഗിക്ക് 60 വരുത്തിയിട്ട് 30 എന്താക്കണ്ട. അങ്ങനെ കൊണ്ടുപോയിട്ട് ഓല് വലിയ വിളവന്മാരും നല്ല രൂപത്തിൽ ചെയ്യുന്നവരും എന്താവണ്ട, കള്ളന്മാരും ആവണ്ട. അതുകൊണ്ട് ഇനി ചെയ്യാൻ പോകുന്ന പരമാവധി വീഡിയോകൾ എങ്ങനെ പോകും? ആപ്പ് ചെയ്യണമെങ്കിൽ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യണം. ഞാനതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. 10-20 ദിവസം കൊണ്ടുണ്ടാവും ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങും. അതുകൊണ്ട് നിങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ ആപ്പ് വന്നാൽ, നിങ്ങളൊരു വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ആപ്പ് കയറി എന്താക്കാം, ഒരു 100 രൂപ ഇടാം. രണ്ടാമതും വീഡിയോ വന്നാൽ നിങ്ങൾ ഇടുമില്ലേ? ഇടും. കാരണം അതില് സുതാര്യതയുണ്ട്. 30 ലക്ഷം വേണ്ട രോഗിക്ക് 30 ലക്ഷത്തിൽ 1 രൂപ എന്താക്കൂല, ആർക്കും ഇടാൻ പറ്റില്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നാട്ടിൽ പ്രയാസം വന്നാൽ രാഷ്ട്രീയക്കാർ ഒരു ചാരിറ്റിക്കാരുടെ അടുത്ത് പോയിട്ട് ഓല തലേന്ന് ഉണ്ടാക്കിയാളും എന്താക്കും, ഒഴിവായി കളയും. ശരിക്കും ഒരു നാട്ടിൽ പ്രയാസം വന്നാൽ ഇടപെടേണ്ട ആരാ? അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികള്, അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പൊതുപ്രവർത്തകന്. അവർക്കാണ് ഉത്തരവാദിത്വം, അല്ല എനിക്കാണോ? ഇപ്പൊ ഉള്ള ട്രെൻഡ് എന്താ വെച്ചാൽ വേഗപ്പങ്ങൾ എല്ലാരും കൂടി ഇന്നില്ലേ. നേരത്തെ എന്നോട് ഒരാൾ വിളിച്ചു പറഞ്ഞു ഇവിടെ 4 ആളേ ഉള്ളൂന്ന്. ഞാൻ പറഞ്ഞു എന്തിനാ പിന്നെ ആ നാട്ടിലേക്ക് പോണേ? ആ നാട്ടുകാർക്ക് ഈ കാര്യങ്ങൾ അറിയണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ അങ്ങോട്ട് പോണേ? ശരിയല്ലേ? ഈ നാട്ടുകാർക്ക് ഈ കാര്യങ്ങൾ അറിയാണ്ട് ഇവിടെ വന്നു നോക്കുമ്പോ ആ പറഞ്ഞവൻ പറയുന്നത് തെറ്റാണ്. ഇവിടെ വന്നപ്പോ എന്താണ് ഫുള്ള്. കാരണം അധ്വാനിക്കാൻ നേരമില്ല, സമയമാണ്. കാര്യം കഴിഞ്ഞല്ലോ അല്ലെ? കാര്യം കഴിഞ്ഞാൽ നിക്കാഹിന്റെ മാതിരിയാണ്. നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെന്തായി, അതിന്റെ ആ പൂജയോട് കഴിഞ്ഞു. അതേമാതിരി കാര്യം കഴിഞ്ഞാൽ ചില കമ്മിറ്റി. അതുകൊണ്ട് സൂക്ഷ്മമായി നിങ്ങൾ ആരെ സ്ക്രൂട്ടിനി ചെയ്യണം? കമ്മിറ്റിയെ സ്ക്രൂട്ടിനി ചെയ്യണം. സലീമിന്റെ ചികിത്സ കൃത്യമായ രീതിയിൽ നടക്കണം. 2 മാസത്തിൽ കൂടുതൽ സലീമിന്റെ സർജറി നടന്നില്ലെങ്കിൽ അത് തിരിച്ച് അർഹതപ്പെട്ട രോഗികൾക്ക് കൊടുക്കാനുള്ള മനസ്സ് കാണിക്കണം. സലീമിന്റെ സർജറി എന്നാണോ അതിന്റെ തൊട്ട 10 ദിവസം മുന്നേ ആ ഫുൾ എമൗണ്ട് തിരിച്ചു വരും. എങ്ങനെ? സർജറിക്ക് വേണ്ടി പൈസ കളക്ട് ചെയ്തത് 2 മാസം 3 മാസത്തിനുള്ളിൽ സർജറി എന്തായിരിക്കണം, നടക്കണം. അതിനുള്ള പ്രവർത്തനം ആര് ചെയ്യണം? അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇത് ആരെ പൈസയാണ്? കയ്യിൽ മൊത്തം സൂക്ഷിക്കാൻ ആരും നിങ്ങൾക്ക് അധികാരം തന്നിട്ടില്ല. അത് മറ്റു രോഗികൾക്ക് കൊടുക്കണം. കൊടുത്തിട്ട് സലീമിന്റെ സർജറി വരുമ്പോ ആ പണം പൂർണ്ണമായിട്ട് ആര് തരും? ഞാൻ തരും. ഞാൻ പറഞ്ഞു മനസ്സിലായി. ആരെ അക്കൗണ്ടിലേക്കായാലും നമ്മുടെ ലക്ഷ്യം എന്താണ്? ഈ തീരുമാനം എടുക്കാൻ കാരണം എനിക്കുള്ള അനുഭവമാണ്. കാസർഗോഡ് ഒരു വീഡിയോ ചെയ്തപ്പോ ആ കുടുംബത്തിനെ ജോയിന്റ് ആക്കാൻ പറഞ്ഞിട്ട് ആ പൈസയിൽ എന്താക്കിയില്ല, റൂൾ അറിയണ്ടാന്ന്. എന്നിട്ട് ആരാ കാര്യങ്ങൾ നടത്തുന്നേ? ചെയർമാനും കൺവീനറും. ആ രോഗി മോനെയായിട്ട് ആരെ വീട്ടിൽ പോകണം? ആ വീട്ടിൽ പോയിട്ട് അവന്റെ കാല് പിടിച്ചിട്ട് 10,000 രൂപ ചെക്ക് ചെയ്ത് വാങ്ങാം. ഞാൻ പല തവണ പറഞ്ഞു ആ കുടുംബത്തെ എന്താക്കണം, ജോയിന്റ് ആക്കണം. ഈ പൈസ വരുന്നതും പോകുന്നതും അറിയണം. ഇപ്പൊ മുനവർക്കയും രാധാകൃഷ്ണേട്ടനും നല്ല ബന്ധമാണെങ്കിൽ അതിലെന്തും നടക്കും. അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ നടക്കും. അങ്ങനെ ഇവിടെ നടക്കാത്തത് ഈ നാട്ടിലുള്ള ഈ 2 ആളുകൾ എന്താണ്? വിശ്വാസമല്ലേ? ജനങ്ങൾക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ഇത് പറയാൻ കാരണം
പൈസ വരാതെ ആദ്യത്തെ 2 ദിവസം നിന്നപ്പോ ഇവിടുത്തെ ഒരു നാട്ടുകാർ എന്നെ വിളിച്ചു പറഞ്ഞത് ആർക്കും താല്പര്യമില്ലാത്തത് ഷമീർക്ക് ഒന്നും വിചാരിക്കരുത്, ഒരിക്കലും എന്താക്കിയതാണ്, കളക്ഷൻ നടത്തി നടുവൊടിഞ്ഞവരാണ്, ബീച്ചിൽ പോയി പിരിച്ചവരാണ്. അത്രയും കഷ്ടപ്പെട്ട് ഈ കുഞ്ഞു ഗ്രാമത്തിൽ നിന്ന് അവർ പിരിച്ചെടുത്ത എത്ര 33 ലക്ഷം രൂപ പിരിച്ചെടുത്ത നന്മയുള്ള മണ്ണാണ്. ഇങ്ങനെ ഒരു അവസ്ഥ ഈ നാട്ടിൽ ഒരാൾക്കും ഉണ്ടാവാതിരിക്കട്ടെ. നമ്മുടെ വെളിമണ്ണയുടെ ഐക്യവും സ്നേഹവും എന്നും നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇനി പബ്ലിക്കായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ ഇതിൽ ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ ഇന്നിപ്പോ പരസ്യമായി വിചാരണ ചെയ്യണം. ആർക്കെങ്കിലും ഉണ്ടോ? ഞാൻ ഇതോടുകൂടി ഇതെന്തായി അവസാനം ഞാൻ അടുത്ത കേസുമായിട്ട് പോവാണ്. പിന്നെ ഞാൻ ഇതുമായിട്ട് ഒരു ഉത്തരവാദിത്വമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിൽ സംശയങ്ങളുണ്ടോ? ഒരു സംശയമില്ല. അല്ല പറയണം, ചോദിക്കണം. അതുകൊണ്ടാണ് ഇതൊന്നും ഞാനല്ല, ആര് ചെയ്താണ്, കമ്മിറ്റി ചെയ്താണ്. ഇനി ഇതിന്റെ മേലെ നാളെ എനിക്ക് വീണ്ടും നാട്ടിൽ വന്ന് ലൈവ് ഇട്ട് വിശദീകരണം കൊടുക്കാൻ അള്ളാനൊക്കെ വിചാരിച്ചെങ്കിൽ എന്നെ കൊണ്ടുവരരുത്. കാരണം ഞാൻ ഏതോ നാട്ടിലേക്കും ഇനി ആർക്കും സംശയമുണ്ടോ? ഇനി ഞാൻ കൃത്യമായി ഇതിന്റെ എല്ലാ രേഖകളും എനിക്ക് കിട്ടിയ രേഖകൾ ഞാൻ ഇവരെ ഏൽപ്പിക്കുന്നു. ചെയർമാൻ സംസാരം. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ ഷമീർക്ക സൂചിപ്പിച്ചതുപോലെ നേരത്തെ സലീമിന് സാമ്പത്തികമായും അതുപോലെ തന്നെ മറ്റ് പ്രയാസങ്ങളുണ്ടായപ്പോൾ നമ്മൾ കഴിയുന്ന രീതിയിലേക്ക് പരമാവധി പണം സ്വരൂപിച്ച് കൊടുക്കുകയും അദ്ദേഹത്തിന് സാമ്പത്തികമായും അല്ലാതെയും എല്ലാം സഹായിച്ചെടുത്ത സന്ദർഭത്തിലാണ് സലീം അസുഖബാധിതനാകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചൊരു വലിയ സംഖ്യ പിരിച്ചെടുത്ത് അദ്ദേഹത്തിന്റെ കിഡ്നി മാറ്റിവെക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം വന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഷമീർക്കായി ബന്ധപ്പെടുന്നതും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇവിടെ വരികയും ഈ സ്ഥിതിവിശേഷമെല്ലാം കണ്ട് മനസ്സിലാക്കി നമ്മളോട് സഹകരിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾക്ക് മുന്നിട്ടിടുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഒരു വലിയ സംഖ്യ സ്വരൂപിച്ചുകൊണ്ട് നാളെ തന്നെ സലീമിന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതിനെ ഈ നാടിന് വേണ്ടി അദ്ദേഹം ചെയ്തു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർവഹിച്ച ദൗത്യത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഷമീർക്കായെ നാടിന് വേണ്ടി ഞാൻ ഞങ്ങളുടെ എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. ഈ കാര്യം സലീമിന്റെ ചികിത്സയിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. തൊട്ടടുത്ത ദിവസം തന്നെ അതിന്റെ കാര്യങ്ങളിലേക്ക് എത്തുമെന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട കൺവീനർ, ഇതിനെ ക്ഷീണം പ്രയണിച്ച പ്രിയപ്പെട്ട മുനവ്വർക്ക് തിരക്കുകൾക്കിടയിലുമാണ് ആ കുടുംബത്തിന്റെ ആ ഒരു പ്രയാസം സ്വന്തം വീട്ടിലെ പ്രയാസമായി ഏറ്റെടുത്ത് ഓടി നടന്ന് പ്രിയപ്പെട്ട മുനവ്വർക്ക് നമസ്കാരം. വളരെ സന്തോഷം തോന്നാണ്. കാരണം സലീമിനെ സംബന്ധിച്ചോളം നമ്മൾ ഇതിന് മുമ്പേ കൊറോണ മൂർജിച്ചിരിക്കുന്ന ആ സമയത്ത് 2021-22 കാലഘട്ടങ്ങളിൽ വെളിമണ്ണയിലും കൂടത്തായി അടക്കമുള്ള തൊട്ടടുത്ത പ്രദേശങ്ങളിലെയും ആളുകൾ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ മാത്രം നമ്മൾ ആഹ്വാനം ചെയ്ത പ്രകാരം നമ്മൾ 33 ലക്ഷം രൂപ പിരിച്ചു. അതിനുശേഷം രണ്ടാമത് കിഡ്നി മാറ്റി വെക്കേണ്ടി വന്ന സമയത്ത് ഷമീർക്ക വീഡിയോ ചെയ്തു, അത് ലൈവ് ഇട്ടു. അതിനുശേഷം ഏകദേശം 36 ലക്ഷത്തിൽ ചില്ലാനും രൂപ നമുക്ക് കിട്ടി എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. പക്ഷേ അത് തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ കിഡ്നി മാറ്റി വെക്കുന്നതുമായി സംബന്ധിച്ച് 2-3 ഹോസ്പിറ്റലുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത സമയം, കാരണം പെട്ടെന്ന് നമുക്ക് ഇതിന് കിഡ്നി കിട്ടുന്ന നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും അതിനായ ഒരു കമ്മിറ്റി ഉണ്ട്. ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യുന്നതാണ്. അതിന് സംസാരിക്കാൻ വേണ്ടിയുള്ള കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഷമീർക്ക പറഞ്ഞതുപോലെ ചെയർമാന്റെ പേരിലോ കൺവീനറുടെ പേരിലോ പൈസ വെച്ചിട്ടില്ല. 100% ഈ നാടിനും അതേപോലെ തന്നെ നമുക്കൊരു പേര് ഇല്ലാതിരിക്കാൻ സലീമിന്റെയും അവന്റെ വൈഫിന്റെയും പിന്നെ ഷാനിബയുടെയും പേരിൽ പിന്നെ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കി ആ അക്കൗണ്ടിലാണ് ഇപ്പം ഈ പൈസ ബാങ്കിലുള്ള മുഴുവൻ പൈസയും ആ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ പൈസയിൽ ഞങ്ങളെ വീട്ടിൽ വന്ന് ഇരിക്കേണ്ട ഒരു അവസ്ഥ ഈ രോഗികൾക്ക് വരില്ല എന്ന് 100% ഉറപ്പുവരുത്താണ്. കാരണം അവർക്ക് ആവശ്യമുള്ള സമയത്ത് എന്തായാലും അതിന്റെ ഒരു സ്പോട്ടിങ്ങും അതേപോലെ തന്നെ അതിന്റെ ഓഡിറ്റിംഗും ഒക്കെ ഇത് കഴിഞ്ഞാൽ പൊതുജനങ്ങളെടുത്ത് നമ്മൾ പറയുന്നതാണ്. അത് ഷമീർക്കാർക്ക് നമ്മൾ ബോധ്യപ്പെടുന്നതാണ്. കാരണം അതൊരു ഉത്തരവാദിത്തമാണ് തീർച്ചയായിട്ടും. കാരണം നാളെ ഒരാൾക്ക് ബുദ്ധിമുട്ട് വന്നാൽ ഇതിന്റെ പേരിൽ ഒരു വിഷയം ഉണ്ടാവരുത്, ഇങ്ങനെ പിരിച്ചല്ലോ എന്നുള്ള രീതിയിലുള്ള ഒരു ചർച്ച ഉണ്ടാവില്ല എന്ന് 100% അടിവരായിട്ട് പറയുകയാണ്. എനിക്ക് പ്രത്യേകം ഈ കാര്യത്തിൽ, കാരണം പല തിരക്കുകൾക്കിടയിലും പല ഇതിനേക്കാൾ വീഡിയോകളൊക്കെ ചെയ്യാറുണ്ടെങ്കിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രയാസം അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രയാസം കണ്ടറിഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെ നിന്ന ഷമീർഖാനെ, പ്രത്യേകിച്ച് ഈ ചൂടുകാലത്ത് ഈ റംസാൻ സമയത്ത് ദിവസങ്ങളോളം ഈ നാട്ടിൽ വന്ന് രാത്രിയും ഉറച്ചു ഒഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കൂടെ നിന്നുകൊണ്ട് ഇതിനു വേണ്ടി പ്രയത്നിച്ച ഷമീർക്ക ആൻഡ് ടീമിന് ഖത്തർ ഭായ് അടക്കമുള്ള അസ്ലം ഭായ് അടക്കമുള്ള ഷമീർ തിരൂർ അടക്കമുള്ള നമ്മുടെ വീഡിയോ എടുക്കുന്ന അതുൽ ഇർഫാനൊക്കെ നമ്മളെ എല്ലാ സമയത്തും നമ്മുടെ കൂടെ ഇതിനുവേണ്ടി എല്ലാ സമയത്തും നമ്മളെ കൂടെ നിന്ന ആളുകളാണ്. ഫുൾ ടീമിന് പ്രത്യേകം ഈ നാടിന്റെ അഭിനന്ദനങ്ങളും ആശംസകളും ഹൃദയം തൊട്ടുകൊണ്ട് അറിയിക്കുകയാണ്.
അവസ്ഥ ഇനി ഈ നാടിന് മറ്റൊരാൾക്കും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇനി ഇത് വരാതിരിക്കട്ടെ എന്നും കൂടി ആശംസിക്കുകയാണ്. മറ്റു കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഈ ഒരു കാര്യം ഏറ്റെടുത്ത ഷമീർക്കാക്ക് നമുക്ക് ചെയ്യാൻ കൂടുതലൊന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു നാടിന്റെ ഒരു ഉപഹാരം എന്ന രീതിയിൽ ഒരു പൊന്നാട ചെയർമാൻ അണിയിക്കുകയാണ്. അതേപോലെ തന്നെ ചെറിയൊരു മൊമെന്റയും ഈ നാടിന് വേണ്ടി നമ്മൾ ഷമീർക്കാക്ക് അർപ്പിക്കാൻ പോകുകയാണ്. അതുകൂടി നിങ്ങൾ പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞാട്ടോ. പറയാം ഇനി എനിക്ക് നിങ്ങൾ തരരുത്. ആയിരക്കണക്കിന് മൊമെന്റോ ഞാൻ പെട്ടിയിലാക്കി എവിടെ വെക്കാൻ കഴിയുമെന്ന് എനിക്ക് കഴിയുന്നില്ല. ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇതിന് കൊടുക്കുന്ന പൈസ നിങ്ങൾ എനിക്കൊരു പുസ്തകം തന്നാൽ, അല്ലല്ല ഞാൻ മനസ്സിലാക്കാൻ നിങ്ങളോടല്ല, ഏതെങ്കിലും കമ്മിറ്റിക്കാരിഞ്ഞ് നാളെ കൂട്ടായിൽ പോകുമ്പോൾ ബാക്കിയുള്ള ക്ലോസ് ചെയ്യാൻ പോകുമ്പോൾ എന്നെ അറിയുന്നവർ മനസ്സിലാക്കുക. എനിക്ക് ദയവ് ചെയ്ത് എന്താക്കണ്ട, മൊമെന്റോ തരണം. നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയ കുറച്ച് ബുക്ക് തന്നാൽ എനിക്ക് എവിടെ കൊണ്ടുപോകാം, എന്റെ ബുക്ക് ഷെൽഫിൽ. ഇതിനുള്ള പൈസ കൊടുത്ത് നിങ്ങൾ എന്താക്കിയാൽ മതി ബുക്ക്. ഇനി അത് തരാൻ പറ്റില്ലെങ്കിൽ 2 or 3 ഫുഡ് കിറ്റ്, ഭക്ഷണ കിറ്റ്, പഞ്ചാര, മസാലപ്പൊടി എല്ലാം കൂടി തന്നാൽ നമ്മൾ ഫുഡ് കിറ്റ് കൊടുക്കുന്ന അർഹതപ്പെട്ട മാസത്തിൽ കൊടുക്കുന്ന കുടുംബത്തിന്റെ വീട്ടിലേക്ക് എന്താക്കാം, എനിക്ക് കൊടുക്കാം. ഇത് കിട്ടിയിട്ട് നിങ്ങളെ സ്നേഹമാണ്, നിങ്ങളെ നല്ല മനസ്സാണ്, ഇതിലൊന്നും എനിക്ക് പരാതിയില്ല. നിങ്ങൾ ചേർത്ത് പിടിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും നാട്ടുകാർ ഇന്നെങ്ങനെ ഈ സാധനം തരികയാണെങ്കിൽ സന്തോഷപൂർവ്വം എനിക്ക് വേണ്ട. ആ നേരത്തോണ്ട് ഏതെങ്കിലും നല്ല വായിക്കാൻ പറ്റിയ പുസ്തകമോ ഫുഡ് കിറ്റോ അല്ലെങ്കിൽ ചെടികളോ തന്നാൽ ഞാൻ ഏറ്റുവാങ്ങുമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ചെയർമാന്റെ കൈകൊണ്ട് ഞാൻ തന്നെ വാങ്ങുന്നു. ഇത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അതേപോലെ KMCCയുടെ ചെറിയൊരു ഫണ്ട് ഇവിടെ വെച്ച് ഏറ്റുവാങ്ങുന്നു. KMCC ഇവിടെ ആദ്യം തന്നെ പ്രഖ്യാപിച്ച അതിൽ നിന്നുള്ളൊരു ഫണ്ടും കൂടി ഇവിടെ നിന്ന് ഏറ്റുവാങ്ങും. കുഴപ്പമില്ല, എല്ലാവരും സെറ്റ് ചെയ്തോളാം. നിങ്ങൾ തമ്മിലില്ല, തമ്മിൽ KMCCയുടെ ചെറിയൊരു ഫണ്ടും കൂടി ഞാൻ ഏറ്റുവാങ്ങി. യൂത്ത് ലീഗിന്റെയും കൂടി വെളിമണ്ണയിലെ ഫണ്ടും കൂടിയാണ്. രണ്ടും ഒരുമിച്ച് ഇവിടെ ഏൽപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്ന യൂത്ത് ലീഗും KMCCയും കൂടെ തന്നെ 1,20,000 ഇവിടെ നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി ഞാൻ അറിയിക്കുകയാണ്. ഇനി ആർക്കെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. ട്രഷറർ പ്രിയമുള്ളവരെ, സലീം ചികിത്സാ സഹായ സമിതിയുടെ ഈ വർഷത്തെ കഴിഞ്ഞ മാസം നടന്ന കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സോഷ്യൽ ഓഡിറ്റിംഗാണ് നടന്നു വരുന്നത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാങ്ക് അക്കൗണ്ടിൽ വന്ന മുഴുവൻ ക്യാഷും അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. പൊതുജനങ്ങളിൽ നിന്നല്ലാതെ പിരിച്ചതിനുള്ള റെസിപ്റ്റും കൃത്യമായി രേഖപ്പെടുത്തിയ കണക്കാണ് അവതരിപ്പിച്ചത്. ഇതിന് വളരെയേറെ കഷ്ടപ്പാട് സഹിച്ചുകൊണ്ടാണ് ഷമീർ വക്കീൽ ഇതിനു വേണ്ടി മുന്നോട്ട് വന്നത്. പല പ്രാവശ്യം വെളിമണ്ണ വരികയും ഇതിന് നേതൃത്വം നൽകുകയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എല്ലാവരും ഈ ഒരു കാര്യത്തിന് വേണ്ടി വളരെയേറെ കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ട്. ഈ കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായും ഇതിവിടെ നിർദ്ദേശിക്കപ്പെട്ടതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ഫണ്ട് പെട്ടെന്ന് തന്നെ കിഡ്നി മാറ്റിവെക്കാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് പ്രവേശിക്കും. അതിൻ്റെ ആദ്യപടി എന്ന നിലക്ക് അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ ആ ഒരു പ്രക്രിയ അവസാനിപ്പിച്ച് നല്ല രൂപത്തിൽ ജീവിക്കാൻ സലീമിന് കഴിയട്ടെ. അതിനുവേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമം തുടർന്നും ഉണ്ടാവും. ഷമീർ വക്കീലിന് ഈ നാടിൻ്റെ പ്രത്യേകം നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുകയാണ്. അതേപോലെ ഇതുമായി സഹകരിച്ച എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി. ഇവിടെ ഷാജേട്ടൻ നമ്മളെ എപ്പോഴും കൂടെ നിൽക്കുന്ന ആളാണ്. നാട്ടുകാർ നമ്മുടെ സലീമിന് വേണ്ടി നമ്മുടെ സലീർക്ക നല്ലൊരു സഹകരിച്ച്, അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു സഹകരിക്കാനും അതിനുള്ള ചികിത്സ സലീമിക്ക് പൈസ എത്തിക്കാനും എത്രയും പെട്ടെന്ന് ചികിത്സ അതിനെപ്പറ്റി മുഴുവൻ നമ്മുടെ എല്ലാ അഭിപ്രായങ്ങളും ആരെങ്കിലും കുട്ടികളാരെങ്കിലും ഉണ്ടോ? നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഒരു കാരണവശാലും വൃക്ക മാറ്റിവെക്കണം എന്ന് പറഞ്ഞ് ഇനി നമ്മൾ വീഡിയോ ചെയ്യില്ല. നമ്മൾ വീഡിയോ ചെയ്യും. 1 മാസം കഴിഞ്ഞിട്ടാണ് ആ രോഗിയുടെ സർജറി എങ്കിൽ നമ്മൾ എന്താക്കും, കൃത്യമായ മെഡിക്കൽ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഇനി എന്താക്കുള്ളൂ
നമ്മൾ വീഡിയോ ഒരു മാസം മുന്നേ ചെയ്യും. അല്ല എങ്കിൽ ഇതിന്റെ ഒരു പ്രയാസം എന്താ വെച്ചാൽ പൈസ കിട്ടിയാൽ പൈസ അവിടെ കിടക്കും, ഹോൾഡായിട്ട് കിടക്കും. അങ്ങനെ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കാൻ ഇനി ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ ആ പൈസ മറ്റു തരത്തിൽ ചെലവായി പോകും, ഒരു പൈസ ഡയാലിസിസും മറ്റുമായിട്ട് ചെലവായി പോകും. അതുകൊണ്ട് എന്നെ കാണാൻ നൂറുകണക്കിന് ആളുകൾ വീഡിയോ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. ജെനുവിനായിരിക്കണം. അതുകൊണ്ടാണ് വൃക്ക സർജറി ഉറപ്പിച്ച് ഇതിന്റെ പ്രശ്നം പലർക്കും കൊടുക്കാൻ പൈസ ഉണ്ടാവില്ല, ട്രീറ്റ്മെന്റിന് പോകാൻ പൈസ ഇല്ല. അത് നാട്ടുകാരെങ്കിലും ഉണ്ടാക്കണം. ആ ചെറിയ 2-3 ലക്ഷം റുപ്യ അതാത് നാട്ടിലുള്ള ആളുകൾ സഹായിച്ചാൽ ആ കിഡ്നി മാറ്റം വെക്കാനുള്ള പേപ്പർ വർക്കുകൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ഇനി ആർക്കും ഒന്നും പറയാനൊന്നുമില്ലല്ലോ. മൂപ്പരിക്ക് നാരങ്ങ സോഡ എന്ന ആളാണ്, അതിൽ സംസാരിച്ച ആളാണ്. 2 വാക്ക്. വൈകുന്നേരത്തെ കച്ചവടക്കാരനാണ്, നല്ല ബഹുമാനമുണ്ട്. അസ്സലാമലൈക്കും, നമസ്കാരം. പിന്നെ നമ്മുടെ സലീമിൻ്റെ ഈ ഫണ്ട് ഇത്രയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടി ഈ സ്പീഡ് ചെയ്ത് ഈ വിജയിപ്പിച്ച ഷമീർക്കാക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. സലീമിൻ്റെ കിഡ്നി മാറ്റി വെക്കുന്ന ശാസ്ത്രജ്ഞ എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും വെളിമണ്ണക്കാരുടെ മുഴുവനും അഭിനന്ദനങ്ങളും ആശംസകളും ഷമീർക്കാൻ ഒരിക്കൽ കൂടി അറിയിച്ചു. ഇതിനു വേണ്ടി ഒരുപാട് നമ്മളെ നെടുമ്പൽപ്പൂരിലൊരു വീഡിയോ ചെയ്യുന്ന സമയത്താണ് അവർക്ക് കുറച്ച് അധികം ഫണ്ട് വന്നപ്പോൾ പല രോഗികൾക്കും നമ്മളത് വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളെ ഇവരുടെ വിവരം എത്താൻ കുറച്ച് വൈകിപ്പോയതിൻ്റെ പേരിൽ 1 ലക്ഷം രൂപ നമ്മൾ മാറ്റി വെച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഫിലിംകൾക്ക് വേണ്ടിയിട്ട്. അതിനുശേഷം സെൻറ്ററിനെ നമ്മൾ ചില അപേക്ഷ തരികയും നിരന്തരം ഫോളോ ചെയ്യും. മുനവറും എല്ലാം ബന്ധപ്പെട്ടതിൻ്റെ പേരിലാണ് ഷമീർഖാനെ ഒരുപാട് തവണ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ എവിടെയെങ്കിലും ലൈവ് ചെയ്യും. ഒരു ദിവസം വിളിച്ചപ്പോൾ പോത്ത് ലേലം ചെയ്യാണ്, പിന്നെ ആട് ലേലം ചെയ്യാണ്. അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ ഇറങ്ങി ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് കോൺടാക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ സാഹചര്യം ഉണ്ടായി. അവസാനം ഏതായാലും ദിനന്തരം ബന്ധപ്പെട്ടതിൻ്റെ പേരിൽ അവസാനം പോയി ഷമീർഖാനെ കിട്ടി ഇവിടെ എത്തി. നിരന്തര കാര്യങ്ങളൊക്കെ ഈ രൂപത്തിൽ വൃത്തിയായിട്ടുള്ള രൂപത്തിലാണ് അവസാനിച്ചു. അല്ലേ, എല്ലാവർക്കും അഭിനന്ദനം അയക്കും. പ്രത്യേകിച്ച് ഷമീർക്കാർക്ക് ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി. ഇത്തരം പ്രവർത്തനങ്ങൾ കാണുമ്പോൾ കൂടെ നിൽക്കുക. ഈ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൈയെങ്കിലും നൽകി എന്റെ കൂടെ നിൽക്കുക. ഒരു സപ്പോർട്ടായിട്ട്. എനിക്ക് വാട്സപ്പ് കൂട്ടായ്മകളോ ഒന്നുമില്ല. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ മറ്റുള്ള സംഘടനകൾക്കോ ഉള്ളവുന്ന വിങ്സോ ബ്രാഞ്ചോ ഒന്നുമില്ല. നന്മയുണ്ടെങ്കിൽ ഇപ്പൊ അസ്ലംക അദ്ദേഹത്തിന്റെ നാട്ടിലൊരു വീഡിയോ ചെയ്ത് കൂടിയതാ. ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ സഹായിക്കുന്ന ആൾ അയാളായി നാട്ടിൽ ഷാജി. അങ്ങനെ ആരെങ്കിലും ഒക്കെ സഹായിക്കാൻ ഒരു കമന്റ് ആയിട്ടോ ഷെയർ ആയിട്ടോ മുന്നോട്ട് വന്നാൽ അത് ഏറ്റവും വലിയ ഹൈറ്. എല്ലാവർക്കും നന്മ.